നിങ്ങൾക്ക് ചായ നിർബന്ധമാണോ? പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഒരു ദിവസം ഒരു ചായയോ കാപ്പിയോ കിട്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കാണെന്ന്. എനിക്കെന്തായാലും ഈ ചായയോടും കാപ്പിയോടൊന്നും വലിയ പ്രിയമില്ല. പിന്നെ കട്ടൻ ചായയാണെങ്കിൽ നല്ല കോമ്പിനേഷൻ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. ചേട്ടനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ചേട്ടന് പക്ഷേ കടുപ്പം കുറച്ച് മധുരം കുറച്ചുള്ളൊരു ചായയാണ് ഇഷ്ടം. എനിക്കാണെങ്കിൽ കടുപ്പം കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ മധുരം നല്ലപോലെ വേണം. അതേപോലെ അതിൻ്റെ അകത്ത് കുറച്ച് ഇഞ്ചിയോ നാരങ്ങയോ ഒക്കെ ഇട്ടാൽ കുറച്ചുകൂടി ഇഷ്ടം കൂടും. ഞാൻ ചോറിൻ്റെ ആളാണെങ്കിലും ഇടയ്ക്ക് ചേട്ടനും ഒരു കമ്പനി കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വിഭവം ചപ്പാത്തിയും മുട്ട പൊരിച്ചതുമാണ്. ഈ മുട്ട പൊരിച്ചി എന്നുള്ള പേര് സത്യത്തിൽ ഞാൻ കർണാടകയിൽ നിന്നൊക്കെ പഠിത്തം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേൾക്കുന്നത്. നമ്മുടെ യൂട്യൂബൊക്കെ ഒന്ന് സുലഭമായതിന് ശേഷം. നമുക്ക് പണ്ട് മുതലേ ഉള്ളത് മുട്ടത്തോരനാണല്ലോ. അതിൽ പക്ഷേ ഇങ്ങനെ മസാലയൊന്നുമില്ല. ജസ്റ്റ് ഉള്ളി ഒന്ന് വഴറ്റും, കുറച്ച് പച്ചമുളകിടും, മുട്ട പൊട്ടിച്ചൊഴിക്കും, ചിലപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ആയാലായി. പിന്നെ കുറച്ച് തേങ്ങയും കറിവേപ്പിലയൊക്കെ ഇട്ട് ചിക്കി പൊരിച്ചിങ്ങെടുക്കും. അതും മുട്ട പൊരിച്ചതുമൊക്കെ സ്ഥിരം സ്കൂളിൽ പോകുമ്പോൾ ലഞ്ച് ബോക്സിലുള്ള പ്രധാന വിഭവങ്ങളായിരുന്നു. പിന്നെ മുട്ട പൊരിച്ചിയുടെ വേറൊരു വകഭേദം കണ്ടിട്ടുള്ളത്, ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ എൻ്റെ കൂടെ താമസിക്കുന്നത് മേഘാലയയിലെ 2 കുട്ടികളാണ്. അതിലൊരാളുണ്ട്, ലാക്മൻ എന്നാണ് ആളുടെ പേര്. അവൾ ഒരു ദിവസം മുട്ട കൊണ്ടൊരു വിഭവം ഉണ്ടാക്കി തന്നു. എനിക്ക് വളരെയധികം ഇഷ്ടമായിട്ട് അടുത്ത തവണ അവൾ ഉണ്ടാക്കാൻ നേരം ഞാൻ അവിടെ പോയി നിന്നു, എങ്ങനെയാണ് അവളിത് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒന്നുമില്ല, കുറച്ച് എണ്ണ ഒഴിക്കും, സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. എന്നിട്ട് കുറേ അധികം തക്കാളി ഇടും. ഒരു 2 നല്ല പഴുത്ത തക്കാളികൾ കുനുകുനാ അരിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിട്ട് വഴറ്റും. നല്ലപോലെ ഉടഞ്ഞ് വരുമ്പോൾ കുറേ അധികം മഞ്ഞൾപ്പൊടി, അതായത് ഒരു 3/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി നല്ലപോലെ ഇട്ട് വീണ്ടും വഴറ്റും. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് അടച്ചു വെക്കും. എന്നിട്ട് ഇതിങ്ങനെ ചിക്കി ചിക്കി എടുക്കും. അതിനുശേഷം ഞാനത് സ്ഥിരം ഉണ്ടാക്കാമായിരുന്നു. സത്യത്തിൽ ചപ്പാത്തിയോട് എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം വീട്ടിൽ വല്ലപ്പോഴും ഉണ്ടാക്കുന്നത് കൊണ്ട് അത് വല്ലപ്പോഴും ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പ്രിയമാണ്. ചേട്ടൻ എന്തായാലും ചപ്പാത്തിയിൽ ബുർജിയൊക്കെ വെച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട്. എനിക്കെന്തോ അങ്ങനെ കഴിക്കാൻ തോന്നിയില്ല. ഞാൻ ബുർജി സെപ്പറേറ്റ് വെച്ചു. അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് കുറച്ച് മാമ്പഴത്തിൻ്റെ ജാമ് കൊണ്ടുവന്നത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി ബുർജി സെപ്പറേറ്റ് കഴിക്കാം, ജാമ് ചപ്പാത്തിക്കകത്ത് തേച്ചിട്ട് അങ്ങനെ കഴിക്കാമെന്ന്. എരിവുള്ളത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മധുരം കഴിക്കാൻ തോന്നും. എന്നാൽ മധുരമുള്ളത് കഴിച്ച് കഴിയുമ്പോൾ കുറച്ച് എരിവുള്ള എന്തെങ്കിലും കഴിക്കാൻ തോന്നും. എനിക്കങ്ങനെ തോന്നാറുണ്ട്. നിങ്ങൾക്കെങ്ങനെയാ? അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായിട്ട് നടത്തിയൊരു നീക്കമായിരുന്നു കേട്ടോ അത്. ഈ ജാമിൻ്റെ പിന്നിലൊരു കഥയുണ്ട് കേട്ടോ. നാട്ടിൽ ഞാൻ പോയപ്പോൾ മാമ്പഴ സീസണായിരുന്നു. എന്നാൽ നമുക്ക് പഴുത്ത മാങ്ങ കൊണ്ടുവരുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിലും നിറയെ മാങ്ങയുണ്ട്, കടയിൽ നിന്ന് നമ്മൾ പലതരത്തിലുള്ള മാങ്ങ മേടിക്കും. അപ്പോൾ ചേട്ടൻ്റെ അമ്മ ചെയ്തത്, നമ്മൾ കഴിച്ച മാങ്ങയിൽ നിന്നെല്ലാം ഓരോന്ന് വീതം എടുത്തു വെച്ചു. വീട്ടിൽ പിടിച്ചതും ആൾക്കാർ കൊണ്ടു തന്നതും വാങ്ങിയതും അതിൽ നിന്നെല്ലാം ഓരോന്ന് എടുത്തു വെച്ചു. എന്നിട്ട് എൻ്റെ മോനും എല്ലാ മാങ്ങയുടെ രുചി അറിയണം, എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലെന്നോ, അതുകൊണ്ട് അത് വെച്ച് നമുക്ക് ജാം ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് ആ ജാം. ഞാൻ ആദ്യമായിട്ടാണ് ജാം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ തെറ്റുകുറ്റങ്ങളും അതിനകത്തുണ്ട്. വീട്ടിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ടെന്നല്ലാതെ നമുക്കതിനെപ്പറ്റി വലിയ പിടുത്തമൊന്നുമില്ല. അമ്മാമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പറമ്പ് തോറും ഇങ്ങനെ പൈനാപ്പിൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചില സമയത്ത് ചെല്ലുമ്പോൾ 3ഉം 4ഉം പൈനാപ്പിളുകൾ കിട്ടും. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെയൊന്നും അല്ല. ഭയങ്കര മധുരമാണ്. ഭയങ്കര മധുരം എന്ന് വെച്ചാൽ ഭയങ്കര മധുരം. അങ്ങനെ ഒരുപാടെണ്ണം കിട്ടുന്ന സമയത്ത് അമ്മ കൊണ്ടുപോയി ഇതേപോലെ ജാം ഉണ്ടാക്കി വെക്കും. നമുക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്കും സത്യം പറഞ്ഞാൽ ഒരു വലിയ സമാധാനമാണ്. കാരണം രാവിലെ കാപ്പി ഉണ്ടാക്കുമ്പോൾ എന്ത് കാപ്പിയാണെങ്കിലും നമ്മൾ ജാം കൂട്ടി കഴിക്കും. പിറ്റേന്ന് മുതൽ ജാമിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ വിഭവങ്ങളായിരിക്കും അമ്മ ഉണ്ടാക്കുന്നതും. അപ്പം, ബ്രെഡ്, ചപ്പാത്തി, പുട്ട്, അങ്ങനെ നമ്മുടെ ജാം തീരും വരെ ഈ വിഭവങ്ങൾ തന്നെയായിരിക്കും. ഹോസ്റ്റലിൽ പോയതിന് ശേഷം ഇങ്ങനെ ജാം ഉണ്ടാക്കലും കാര്യങ്ങളും ഒന്നുമില്ല. അതിനുശേഷം ഇപ്പോഴാണ് വീട്ടിൽ ഈ മാങ്ങ വെച്ചിട്ട് ജാം ഉണ്ടാക്കുന്നത്. എന്തോ ഇപ്പം നിങ്ങളുടെ അടുത്ത് ഈ കഥ പറയുമ്പോൾ അന്ന് അമ്മ ഉണ്ടാക്കിയ ജാമും അപ്പച്ചി ഉണ്ടാക്കിയ ജാമൊക്കെ വീണ്ടും കഴിക്കാൻ കൊതി തോന്നുന്നുണ്ട്. എന്തായാലും ബുർജിയും ജാമും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയായിരുന്നു. അപ്പം ശരി, കാണാം.